മാറാരോഗം പിടിപെട്ടവൻ അതെനിക്ക് മാത്രം വന്നാൽ പോരാ, അത് മറ്റുള്ളവർക്കും വരണമെന്ന് ആഗ്രഹിച്ച് അത് പടർത്താൻ വേണ്ടി പണിയെടുക്കുന്നവന്മാരുണ്ട്. ആ രോഗതുല്യമായി ജീവിക്കുന്ന ചില ആളുകൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവന്മാർക്ക് സ്വന്തം ജീവിതം നശിച്ചു, സ്വന്തം കുടുംബം നശിച്ചു, അതുപോലെ മറ്റുള്ളവരും നശിക്കണം എന്ന് ആഗ്രഹമുള്ളതുപോലെ തോന്നിപ്പോകുന്നു. അത്തരക്കാരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂകൾ എടുക്കുക, മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. പലപ്പോഴും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അതിന് അനുസരിച്ച് ഇവിടുത്തെ വാഴകൾ അല്ലെങ്കിൽ കഴുതകളായിട്ടുള്ള ആളുകൾ അവർ കൈയടിക്കുക. അദ്ദേഹം എന്തോ വലിയ ജീനിയസ് ആണ് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് കൊണ്ട് നടക്കുക. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങളാണ്. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷക്കാരുള്ള ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സമൂഹത്തിൽ ഇത്തരക്കാർക്ക് പെട്ടെന്ന് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുവാനും സാധിക്കും. കാരണം അവർക്ക് സപ്പോർട്ട് കിട്ടും. പിന്നെ ചിലരുണ്ട് ജാതി മതം ഇതൊക്കെ എപ്പോഴും വിറ്റ് കാശാക്കി അതിൽ കൂടി മാത്രം ജീവിക്കുന്നവർ. അതില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. ഈ ജാതിയും മതവും പറയാതിരുന്നാൽ അവർക്ക് നിലനിൽപ്പില്ല. അതും കൊട്ടിഘോഷിച്ച് നടക്കുന്ന കുറെ ആളുകൾ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കഴുതകൾ, അവന്മാരെ കഴുതകൾ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പലപ്പോഴും ഈ കറങ്ങിത്തിരിഞ്ഞ് വരുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു മുതുക്ക് കാരണം അവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. മിക്കവാറും പെയ്ഡ് ഇന്റർവ്യൂകളാണെന്ന് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളോട് എന്തിനാണ് സ്നേഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നന്ദി കാണിക്കുന്നത്, കടപ്പാടിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ അധ്യാപകരോട് എന്തിനാണ് നന്ദി, കടപ്പാട് എന്തിനാണ്. ഇങ്ങനെ സമൂഹത്തിൽ ഒന്നിനോടും ഒരു കടപ്പാടും വേണ്ട, അതിന്റെ ആവശ്യമില്ല, നമ്മളെല്ലാം വ്യക്തികൾ മാത്രമാണ്, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക, സെൽഫിഷായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അയാളുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇതിന് താഴെ വന്നിട്ട് കമന്റുകൾ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ അറിയാം വളരെ വലിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ മാത്രമേ ചിലർക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇയാളെ സംബന്ധിച്ച് ഇയാള് കുടുംബജീവിതത്തിനെതിരാണ്. അതായത് ഭാര്യ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ മകൻ എന്നുള്ള കൺസെപ്റ്റിനൊക്കെ ഇങ്ങനെ എതിരാണ്. ഇങ്ങേര് എതിരെന്ന് മാത്രമല്ല, സമൂഹവും അങ്ങനെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാന്യനായ വ്യക്തിയാണ് ഇയാൾ. അപ്പോൾ ഇയാൾ ഒരു പെൺകുട്ടിയോടുകൂടി ജീവിക്കുന്നു, കുറച്ചു കാലം ജീവിക്കുന്നു. മാക്സിമം ഊറ്റിപ്പിഴിഞ്ഞ് സുഖം കിട്ടിയതിന് ശേഷം, ഒരു വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം ഇയാൾ ആ കുടുംബജീവിതം അങ്ങ് പിരിച്ചുവിടുകയാണ്. അതായത് ഇതിന് മുമ്പ് പറയുന്നില്ല, ജീവിതം തുടങ്ങിയ സമയത്ത് ആ പെൺകുട്ടിയോട് പറയുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് നമ്മൾ ലിവിങ് ടുഗദർ സെറ്റപ്പിലൂടെയാണ് ജീവിക്കുന്നത്, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിതകാലം മുഴുവൻ കഴിയാമെന്നുള്ള ഉടമ്പടിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു സംസാരം അവിടെ വരുന്നില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇയാൾ മകളെയും ഭാര്യയും, കുട്ടി ഉണ്ടായോ എന്ന് ആ സമയത്ത് എനിക്കറിയില്ല, പക്ഷേ ഇന്റർവ്യൂ കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായത് ഭാര്യയെ വിളിച്ചിട്ട്, അത് അവർ തന്നെയാണ് പറയുന്നത്, അവർ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, അവർ തുറന്നു പറയുന്ന കാര്യമാണ്, വളരെ വളരെ സില്ലി ആയിട്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിളിച്ചിട്ട് പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, നമ്മൾ കുടുംബജീവിതം പിരിച്ചുവിടുകയാണ്. ഇനി നീ നിന്റെ വ്യക്തിത്വമായിട്ട് അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾ നോക്കി പോവുക, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി പോകും, മകളുടെ കാര്യം നോക്കി പോട്ടെ, അവൾ ആരുടെ കൂടെ വേണമെങ്കിലും പോകട്ടെ, അത് അവളുടെ സ്വാതന്ത്ര്യം. നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ആരുടെ കൂടെ വേണോ പൊക്കോളൂ, അത് നിന്റെ സ്വാതന്ത്ര്യം. ഞാൻ ആരുടെ കൂടെ പോയാലും നീ അറിയേണ്ട കാര്യമില്ല, അതിന്റെ സ്വാതന്ത്ര്യം. നമ്മൾ കുടുംബജീവിതം പിരിച്ചുവിടുകയാണ്. ഇത് പിരിച്ചുവിടാൻ എന്താണ്, ഇന്ത്യൻ പാർലമെന്റ് ആണോ? പിരിച്ചുവിടാൻ ഈ ആൾ ആരുവാ? പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധി പോലും കാണിക്കാതെ സ്വന്തം താല്പര്യം മാത്രം മുൻനിർത്തി, സ്വന്തം സുഖം മാത്രം മുൻനിർത്തി ജീവിക്കുന്ന ഒരാളെ മനുഷ്യൻ എന്നെങ്കിലും വിളിക്കും, മൃഗമെന്ന് പോലും വിളിക്കാൻ സാധിക്കില്ല. കാരണം മൃഗങ്ങൾ പോലും ഇത്രയും ചെറ്റത്തരം കാണിക്കാറില്ല, സ്വന്തം കുടുംബത്തോട് ഇത്രയും ചെറ്റത്തരം കാണിക്കാറില്ല. അത് വാസ്തവമാണ്. കാരണം നമ്മുടെ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള വേഴാമ്പ്, എന്തുകൊണ്ടാണ് ആ പദവി ആ പക്ഷിക്ക് കിട്ടിയിരിക്കുന്നത്? സ്വന്തം കുടുംബത്തിന് അത് നൽകുന്ന പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. എന്നാൽ ഇങ്ങനെയുള്ള മനുഷ്യർ എപ്പോഴും സ്വന്തം കാര്യം, സ്വന്തം സുഖം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും ഇവര് സോഷ്യൽ മീഡിയയിൽ വഴി ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ ഇന്റർവ്യൂകൾ, പെയ്ഡ് ഇന്റർവ്യൂസ്, അങ്ങോട്ട് കാശ് കൊടുത്താണെന്ന് തോന്നുന്നു ഇന്റർവ്യൂ. നല്ലൊരു ചാനലിൽ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല. ഇത്തരത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ജീവിക്കുന്ന മുതുക്കന്മാരാണ് ഇന്നത്തെ പെൺകുട്ടികളെയും ആൺകുട്ടികളെല്ലാം വഴിതെറ്റിക്കുന്നത്. പഠിക്കുന്ന കൊച്ചുകുട്ടികളെല്ലാം വഴിതെറ്റിക്കുന്നത് ഇത്തരത്തിലുള്ള മുതുക്കന്മാരാണ്. ഇൻജക്ട് ചെയ്യുന്നത് എന്തിനാണ്? രാജ്യസ്നേഹം എന്തിനാണ്? എന്തിനാണ് കുടുംബ സ്നേഹം? എന്തിനാണ് അച്ഛനോടും അമ്മയോടും? എന്തിനാണ് കടപ്പാട്? എന്തിനാണ് അവരോട്? എന്തിനാണ് ബഹുമാനം? എന്തിനാണ് അവരോട്? എന്തിനാണ് ഉത്തരവാദിത്തം കാണിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഇൻജക്ട് ചെയ്ത് കുത്തിവയ്ക്കുന്ന ഇങ്ങനെയുള്ള മുതുക്കന്മാരാണ്. അവന്മാർക്ക് ഭാര്യയോട് സ്നേഹമില്ല. ഭാര്യ ആരോടെ പോയാലും ആരോടെ കിടന്നാലും അയാൾക്ക് കുഴപ്പമില്ല. മകളിനി ആരുടെ കൂടെ പോയാലും ആര് പീഡിപ്പിച്ചാലും അങ്ങനെ പ്രശ്നമില്ല. ഇങ്ങനെ ജീവിക്കുന്നവന്മാരെ എന്താണ് മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ? എന്റെ പൊന്നെ ഹേ, നിങ്ങളെപ്പോഴുള്ളവന്മാർ കേൾക്കാൻ വേണ്ടി പറയാണ്. അതായത് സ്വന്തം താല്പര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റി വെച്ച് സ്വന്തം മക്കൾക്ക് വേണ്ടി കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് ഇവിടെ. കഷ്ടപ്പെട്ട് പോറ്റി പഠിപ്പിച്ചതിന് ശേഷം അച്ഛനും അമ്മയോടും എന്തിനാണ് കടപ്പാടെന്ന് ചോദിക്കുന്നത്? ഇത്തിരി എണീറ്റ് നിൽക്കാറാവുമ്പോഴത്തേക്ക് ഇത് കേട്ട് ഇൻജക്ട് ചെയ്ത് ഇതും കൊണ്ട് ഉൾക്കൊണ്ട് ജീവിക്കുന്നവന്മാര് ഇതേ ചോദ്യം തന്നെ മനസ്സിൽ ചോദിക്കുകയാണ്, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? അവരെന്തിനു പറയുന്നത് ഞാൻ കേൾക്കണം? ഇത്തിരി എണീറ്റ് നിൽക്കാറാവുമ്പോൾ, ഭക്ഷണം കഴിച്ച് കുറച്ച് തടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പൊക്കം വെക്കുമ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നതാണ് ഇവന്മാരുടെ വാക്കുകൾ കേട്ടിട്ട്. അതുവരെ കഷ്ടപ്പെട്ടവർ, കൂലിപ്പണി ചെയ്ത് കുടുംബം നോക്കിയവർ, ഭക്ഷണം കൊടുത്തവരെ തള്ളിപ്പറയുന്ന ഇവന്മാരെ നല്ല ചൂരൽ കൊണ്ട് അടിക്കുക എന്ന് മാത്രമല്ല,
ഇങ്ങനെ ഇവന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്നവന്മാർ എന്ത് ചെയ്യണം? തിരിച്ചു നിർത്തി ചാട്ടവാറിനടിക്കണം. പല മേഖലകളിലായിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ തത്വപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ അധ്യാപനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമാ മേഖലകളിലായിക്കോട്ടെ, കലാപരമായിട്ടുള്ള എന്ത് മേഖലകളിലായിക്കോട്ടെ, ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ വ്യാപിച്ച് തളർത്ത് കിടക്കുകയാണ്. ഇവന്മാരെപ്പോഴും ജാതി, മതം, അല്ലെങ്കിൽ ഇതുപോലുള്ള സെൽഫിഷ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇതിന് മാത്രം മുൻതൂക്കം കൊടുത്ത് അരാജകത്വം വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുറെ വർഗം. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് പോലും ആ ഒരു ക്വാളിറ്റി ഇപ്പോൾ കാണുന്നില്ല. കാരണം ഇൻസ്റ്റഗ്രാം റീലുകൾ അവർ കുഞ്ഞു ഉടുപ്പുകളും അല്ലെങ്കിൽ കുഞ്ഞു നിക്കറുകളും ഇട്ടൊക്കെ ആടിപ്പാടി കള്ള് കുടിക്കുന്ന ഈ മറ്റേ കള്ളും സിഗരറ്റും ഒക്കെ വച്ചിട്ട് ഇത് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ആടി തിമിർക്കുന്ന കുറെ ടീച്ചർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയുന്നത്. എന്നാൽ അധ്യാപകർ എന്ന് പറയുന്നത് കുറച്ച് പൊതുചിന്ത വേണം, പൊതുബോധം വേണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അധ്യാപകരെ കണ്ടിട്ടാണ് സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നത്. എൻ്റെ അധ്യാപകർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ എന്ന് ചോദിക്കുന്നത്. നമ്മുടെ സമൂഹം മൊത്തം, നമ്മുടെ സിസ്റ്റം മൊത്തം അഴുക്കായിട്ട് കിടക്കുകയാണ്. അതിന് കാരണം ഇങ്ങനെയുള്ള അധ്യാപകരും ഇങ്ങനെയുള്ള കാരണവന്മാരും മുതുക്കന്മാരും പറയുന്ന വാക്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അവരെ കണ്ടുപഠിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും അറിയാതെ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കൂളിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ച് അതെങ്ങനെ ഉപയോഗിക്കണം, അതിലെങ്ങനെ പെരുമാറണം, ഏത് രീതിയിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പറയണം എന്നൊക്കെ നമ്മൾ ഒരു പൊതുവിദ്യാഭ്യാസം സോഷ്യൽ മീഡിയയെക്കുറിച്ച് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ വിചാരിച്ചുകൊണ്ട് നാട് നന്നാവൂ? ഇല്ല. ഇത്രയും പാഴുകളായിട്ടുള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഇത്തരം വൃത്തികേടുകൾക്ക് ഉപയോഗിക്കാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചുകൂടാ എന്ന് തോന്നി. പക്ഷെ എനിക്കായിരിക്കും കൂടുതലും ചീത്തവിളി കിട്ടുക. ചിലപ്പോൾ ഇത് ആരും കാണുക പോലും ഇല്ല. പക്ഷെ പറയാതിരിക്കാൻ വയ്യല്ലോ.